ഞാനൊരു ഭയങ്കര എൻതൂസിയാസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ് ഒക്കെ. അപ്പം ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗം എന്ന നിലയിൽ ഒരുപാട് സന്തോഷമാണ്. ഐ എം വെരി വെരി പ്രൗഡ് ടു ലോഞ്ച് ദിസ് താർ റോക്സ് ഹിയർ. വേറെ അധികം ഒന്നും സംസാരിക്കുന്നില്ല, നല്ല ചൂടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞു പാട്ട് പാടിയിട്ട് നമുക്ക് അടുത്ത അതിലേക്ക് കടക്കാം. വെൽക്കം ചെയ്യാണ് സാനോര മാഡത്തിന്. എല്ലാവരെയും നമുക്ക് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സെറിമണി എന്ന് പറയുന്നത് നമുക്ക് താർ റോക്സിന്റെ എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുന്ന താർ റോക്സിന്റെ ലോഞ്ചിങ് സെറിമണിയാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇത്ര നേരം കാത്തിരുന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ ഞാൻ ആദ്യമേ നന്ദി പറയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം എല്ലാവർക്കും വണ്ടി നേരിട്ട് കാണാനും അതിൻ്റെ ഫീച്ചർ വൈസ് ഒക്കെ നമുക്കിവിടെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ റെഡിയാണ്. അപ്പം നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും നമുക്കിന്നിവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ഒരു വെൽക്കം സ്പീച്ചിലേക്ക് നമ്മുടെ ജനറൽ മാനേജർ സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. ഒന്ന് ലേറ്റായി, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊന്നും വീണ്ടുപോയി. സോ ഫസ്റ്റ് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ വാല്യബിൾ കസ്റ്റമേഴ്സിനും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ സാർ ഇവിടെ ഉണ്ട്, CEO, നമ്മൾ വരാൻ പോകുന്ന ചീഫ് ഗസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താർ റോക്സ് എത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിനുള്ള പ്രൂഫാണ് നിങ്ങളുടെ ഈ ഗാദറിങ് ഇവിടെ. ത്രീഡോർ ഇറങ്ങിയ കാലം മുതൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ചോദ്യമാണ് ഇതിൻ്റെ 5 ഡോർ എന്നാ വരിക എന്നുള്ളത്. അന്ന് മുതൽക്ക് മഹീന്ദ്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡെവലപ്മെന്റ്സ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തു തന്ന പ്രൊഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന 5 ഡോർ. സോ 4 വർഷമായി ചെയ്തതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ടാവും, ബാക്കി നമുക്ക് ഡയറക്റ്റ് കാണാൻ പോകുന്നുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ കാറിന്റെ ഒരു നീളം കൂടിയ വെർഷനാണോ, അല്ലെങ്കിൽ അതിനെ പോലെ തന്നെ റൈഡിങ്ങിൽ കംഫർട്ട് കുറവുണ്ടോ, ഡീസൽ ടാങ്ക് ഓപ്പണിങ് അല്ലെങ്കിൽ പെട്രോൾ ടാങ്ക് ഓപ്പണിങ് കീ യൂസ് ചെയ്തിട്ടാണോ, ഇന്റീരിയേഴ്സ് പ്രീമിയം ആണോ അല്ലെങ്കിൽ സാധാ ഇന്റീരിയർ ആണോ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതിനിടയിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള
വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരവായിട്ടാണ് മഹീന്ദ്ര വന്നിരിക്കുന്നത്. ഒരു ചോദ്യങ്ങൾക്കും ഇനി അവിടെ സ്കോപ്പില്ലാത്ത രീതിയിൽ മഹീന്ദ്ര താർ 5 ഡോറിനെ താർ റോക്സിനെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പോവാണ്. ഒഫീഷ്യലി ബുക്കിംഗ് 3rd സ്റ്റാർട്ട് ചെയ്യും, October 3rd. നിങ്ങൾ കുറെ ആളുകളൊക്കെ ഇതിന്റെ ടോക്കൺ നമുക്ക് തന്നിട്ടുമുണ്ട്. സോ ഒന്നുകൂടെ എല്ലാവരും വെൽക്കം ചെയ്യാണ്. ആ വെൽക്കം ചെയ്യുന്ന ഭാഗമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ നമ്മളുടെ നിലവിളക്കൊന്ന് തെളിയിച്ചിട്ട് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു 7 പേര് വന്ന് തെളിയിക്കാനായിട്ട് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ഒരു 7 പേര് പ്ലീസ്. ഒരു 7 പേരൊന്ന് വന്നിതൊന്ന് ഒഫീഷ്യലി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഉടനെ നമുക്ക് ഗസ്റ്റ് ജോയിൻ ചെയ്യാം. പ്ലീസ് സർ. Sir, no sir. ലേഡീസിന്റെ ഭാഗം ആരും വന്നിട്ടില്ല, അങ്ങനെ ആവരുത് പ്ലീസ്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ണൂരുകാർക്ക് സുപരിചിതമായിട്ടുള്ള മാഡം സയനോര ഫിലിപ്പ്. വെൽക്കം ചെയ്യാണ് സയനോര മാഡത്തിന്. Thank you so much. സോ ഇനി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞങ്ങൾ വീർ മഹീന്ദ്രയുടെ ഡയറക്ടർ മനോജ് സാറിനെ ഞാനൊന്ന് ഡയസിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഗുഡ് ഈവനിങ് എല്ലാവരോടും സ്വാഗതം, നമസ്കാരം. സോറി ഫോർ ദ ഡിലേ. എല്ലാവരും വളരെ എന്താണെന്ന് പറയേണ്ട എക്സൈറ്റ്മെൻറ്റോട് കൂടി നമ്മളുടെ താറ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. നമ്മളെ ചീഫ് ഗസ്റ്റ് ഇവിടെയുണ്ട്. മോസ്റ്റ് വെൽക്കം. ഓക്കെ, താറിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് 2020 ഓക്കെ, അപ്പോൾ തുടങ്ങിയതാണ്. ഏതാണ്ട് 1,65,000 വണ്ടി ഇവിടെ റോഡിലൊക്കെ ഉണ്ട് ഓൾറെഡി. താറിൻ്റെ എല്ലാ നല്ല വശങ്ങളും പരിമിതികളോടും കൂടിയിട്ട് നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ്. പക്ഷെ എന്നാലും
പല ആൾക്കാർക്കും ഇന്ന ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ആ ഫീച്ചർ ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു, എനിക്ക് ഫാമിലിയെ കയറ്റാൻ പറ്റും എന്നായിരുന്നു. അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ നമ്മൾക്ക് വണ്ടി കിട്ടിയപ്പോഴത്തേക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുറകിൽ കയറുന്നതിനുള്ള ഇതുണ്ടായിരുന്നു, നന്നായിരുന്നു, സാധനം വെക്കുന്നതിനുള്ള നന്നായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഓരോ ആഗ്രഹങ്ങളും മഹീന്ദ്രയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങൾക്ക് തരുക എന്നുള്ളതാണ് മഹീന്ദ്രയുടെ ഒരു എന്താ പറയണ്ട അവരുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ താറിൻ്റെ ഓണേഴ്സ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, ഒന്ന് കൈബുക്കാവോ? 2, 3, 4. ഓക്കെ, ഗുഡ്. ഓക്കെ, ഈ കൈബുക്കി ആളോട് പറയാം, നിങ്ങൾക്ക് ഏത് ഫീച്ചറാണ് ഇനി വേണ്ടുന്നത്? അത് വേണ്ടുന്ന ഫീച്ചർ ഏതാന്ന് പറ. നിങ്ങളെ വണ്ടിയിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു, അതായത് നമുക്ക് ഇതുകൂടെ വേണമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്ന ഏത് ഫീച്ചർ? ഏതെങ്കിലും ഏതോ? കംഫർട്ട്, ഡൺ. അടുത്തത് വന്നോട്ടെ. കംഫർട്ട് ശരിയാണ്, നിങ്ങൾ പറയുന്ന ആ സെയിം സാധനം. കംഫർട്ട്, ലഗേജ് സ്പേസ് ഇസ് ഓൾറെഡി ദെയർ. ലഗേജ് സ്പേസ് ഉണ്ട്, കംഫർട്ടബിള്, നമ്മളുടെ എന്താ പറയണ്ടത്, അതിനെന്താ പറയുക കുട്ടി, വെന്റിലേറ്റഡ് സീറ്റ് ഓൾറെഡി ഇസ് ദെയർ. സാധാരണ മറ്റുള്ള പ്രീമിയം വണ്ടിയിൽ കാണുന്ന പോലെയുള്ള വെന്റിലേറ്റഡ് സീറ്റ്സ് ഓൾറെഡി ഉണ്ട്. അടുത്തത് വന്നോട്ടെ. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത അഡാസ്, പ്രീമിയം വണ്ടിയിലൊക്കെ കാണുന്ന അഡാസ്. മുമ്പിൽ 650 ഹൈറ്റാണ്, ഫ്രണ്ടിൽ വിത്ത് 41.7 ഡിഗ്രി ആംഗിളിൽ ഏത് എന്താ പറയേണ്ട മലയും എന്തും നിങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ചോദിക്കണം, എന്നാലും പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം ഫീച്ചേഴ്സ് ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ആപ്പിൾ പ്ലേ, ആൻഡ്രോയിഡ് ഇസ് ദെയർ. പിന്നെ അടുത്ത വന്നോട്ടെ. ഒന്നുമില്ലേ? എല്ലാം ഉണ്ട്, അത്രയും പറഞ്ഞാൽ മതി. ഓ ഗുഡ്, ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ തരം ഫീച്ചറും അത് 1 by 1 ആയിട്ട് ഇത് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാ ലേറ്റസ്റ്റ് പ്രീമിയം വണ്ടിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ബിൽറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. 5 ഡോറ്. പിന്നെ മ്യൂസിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്നെക്കാട്ടി ഇൻഫോംഡ് ആണ് എല്ലാവരും. കാരണം അത്രമാത്രം എന്താ പറയണ്ടത് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്രയും ക്രൗഡ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എനിവേ താങ്ക് യു ഫോർ കമ്മിങ്. നമ്മളിനി അടുത്ത പ്രസൻറ്റേഷനിലോട്ട് പോവാം. വൺസ് അഗൈൻ വന്നതിന് എല്ലാവരോടും താങ്ക് യു. മോസ്റ്റ് വെൽക്കം. താങ്ക് യു സർ. നമ്മുടെ ഏവരും കാത്തിരുന്ന സാനോര മാം ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം മാം. നെക്സ്റ്റ് നമുക്ക് പോകുന്നത് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനാണ്. നമ്മുടെ പ്രിയപ്പെട്ട AGM മിസ്റ്റർ നിഖിൽ മത്താർ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനായിട്ട്. Thank you all being here and thanks for your patience also. We got little bit late. അപ്പോൾ എല്ലാവരും ഒരുപാട് തിരക്ക് മാറ്റി വെച്ചിട്ട് നല്ലൊരു സൺഡേ എന്താ പറയുക നമ്മുടെ മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള താർ റോക്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റിംഗ് ഈസ് ഓവർ, പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപക്ഷെ ഞങ്ങളെക്കാളും അവയർനെസ് ഈ വണ്ടീനെ കുറിച്ചുണ്ട്. അതാണ് താർ റോക്സ്. കാരണം റോക്കിംഗ് ഓൾ സോഷ്യൽ മീഡിയ. എല്ലാ ചെറിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നറിയാം താർ റോക്സ് എന്താണെന്നും അതിൽ വരുന്ന ഫീച്ചേഴ്സും. ഞങ്ങൾക്ക് വരുന്ന നിങ്ങളെപ്പോലത്തെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ വരുന്ന ചെറിയ കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് പനോരമിക് സൺറൂഫും ഈ പറഞ്ഞ അഡാസും ഈ ഒരൊത്തിരി ഫീച്ചേഴ്സ് അവെയറാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MD സൂചിപ്പിച്ച പോലെ ഒരുപാട് എക്സ്പെക്ടേഷൻ, അത്രയും തന്നെ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ്
മഹീന്ദ്ര ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് തന്നിരിക്കുന്നത്. ഇപ്പൊ താർ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു വളരെ ചെറിയ ഒരു PPT ആണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, വിൽ ഗോ ഫോർ PPT പ്രസന്റേഷൻ. അപ്പൊ ഈ ഒരു ജീപ്പിന്റെ രൂപം, ആ രൂപത്തിനേക്കാൾ അതിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നത് ഈ 70 years ആണ്. ഈ ഒരു രൂപത്തിന്ന് ഇന്ന് വന്ന് പ്രീമിയം എന്താ പറയാ 1 crore അല്ലെങ്കിൽ ആ ക്രോറിന് മേലെ വരുന്ന വണ്ടി കേഷോട് കൂടിയിട്ട്, നേരത്തെയുള്ള വണ്ടി എത്രത്തോളം റെഗഡ് ആണോ, എത്രത്തോളം റിജിഡ് ആണോ, എത്രത്തോളം അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ് താർ റോക്സ്. നമുക്ക് പ്രസന്റേഷനിൽ പോവാം. നെക്സ്റ്റ്. ഇപ്പൊ 1947 M&Mന് ഈ 4-wheel വെഹിക്കിളിന്റെ ലൈസൻസ് കിട്ടിയ വർഷമാണ് 1947. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1949 ഫസ്റ്റ് എവർ ജീപ്പ് മസ്കോട്ട് മുംബൈയില് ഫസ്റ്റ് അസംബിൾ ചെയ്ത ഇയർ ആണ് 1949. നമ്മൾ ഇതൊക്കെ പൊട്ടുകതറാണ് നമ്മൾ 70 years ലെഗസി എന്ന് പറയുന്നത്. മാറ്റം ഈ 2020 വരെ എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രസന്റേഷൻ ആണ്. 2020 നമ്മുടെ ഒരു മഹീന്ദ്രയുടെ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ മഹീന്ദ്രയ്ക്ക് ഇതുവരെ ഉണ്ടായിരിക്കുന്ന മഹീന്ദ്രയുടെ ഒരു ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ് താർ. 2020 താർ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം വന്ന ജിംനി ഒക്കെ എക്സ്പെക്ടേഷനിൽ ഇറങ്ങിയെങ്കിലും ജിംനി മോശം എന്നല്ല കേട്ടോ, പക്ഷേ താറിനെ മീറ്റ് ചെയ്യാൻ ജിംനിക്കും പറ്റിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഏറ്റവും എന്താ പറയാ, നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയത്താണ്, നമ്മുടെ ആ ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ് താർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നോർമലി ഒരു വണ്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പിന്നെ എന്താ പറയാ ഒരു ആഘോഷത്തിലുള്ള ഒരു അവസരത്തിലല്ല താറ് ലോഞ്ച് ചെയ്തത്. 2020 പോലും എന്താ പറയാ താറ് ഒരു എന്താ പറയാ അത്രയേറെ മാർക്കറ്റിൽ അതിന്റെ ഒരു തരംഗം സൃഷ്ടിക്കാൻ താറിന് കഴിഞ്ഞിട്ടുണ്ട്. 1,65,000 താറാണ് ഇപ്പൊ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ നിലവിലുള്ള 2020 വന്ന താർ. അതും ഒരു വർഷം, അന്നും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നത് ഒരു വർഷമാണ്. ഇതിൽ പലരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും ഇതെപ്പോ കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമ്മള് അതിനുള്ള ആൻസർ ഉണ്ടാവും. മഹീന്ദ്രയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഒരുപാട് പിന്നെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അത്രയേറെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ഷനും കൂടെ കാണും. കുറച്ചും കൂടെ എളുപ്പം വണ്ടി കിട്ടും എന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ. അപ്പൊ ഈ നിലവിലുള്ള താറ് ഇത്രയും ഇപ്പോഴും താറിന് വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും താറ് മോസ്റ്റ് ഡിമാൻഡിങ് വെഹിക്കിൾ ആണ് ആ സെഗ്മെന്റിൽ. എന്നിരുന്നാൽ പോലും നമ്മുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം, ആ മാറ്റം എന്താണ് നെക്സ്റ്റ്, അതിന് വേണ്ടതാണ് നമുക്കതിന്റെ സൊഫിസ്റ്റിക്കേഷനും ടെക്നോളജിയും ഇപ്പോൾ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും. ഈ താർ എന്ന് പറയുന്നത് ഒരു ജനറേഷൻ മാത്രം എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ജനറേഷൻ ആണ് എന്താ പറയാ ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ ആഗ്രഹിക്കുന്ന ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉള്ള അങ്ങനെയുള്ള ഒരു സെക്കൻഡ് വെഹിക്കിൾ ആയിട്ടാണ് പ്രിഫറൻസ് താറ് കൂടുതൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, താറുള്ളവർക്കെല്ലാം എന്താ പറയാ ഇന്നോവയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് കാറുകൾ ഉള്ളവരായിരിക്കാം. പക്ഷെ ഇപ്പൊ നിലവിലുള്ള താർ നമുക്കൊരു പക്ക ഫാമിലി കാറായിട്ട്, ഒരു ഫാമിലിക്ക് അവരുടെ കാര്യങ്ങൾ ഒരു നോർമൽ കാറിൽ എന്തൊക്കെ കിട്ടുമോ, എന്തൊക്കെ കംഫർട്ട് കിട്ടുമോ, എന്തൊക്കെ ലക്ഷറി കിട്ടുമോ, അതെല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പുതിയ താർ റോക്സ്. മീൻസ് ദ SUV എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഏത് റോഡിലും പോവാം, ഏത് പിന്നെ ടെറൈനിലും നമുക്ക് ഓടിച്ച് കയറ്റാം. അപ്പൊ നമുക്ക് ആ ഓടിക്കാനുള്ള ത്രില്ലിനൊപ്പം തന്നെ ഇപ്പോൾ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ആളുകൾ മാത്രം എൻജോയ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും, അതേപോലെ തന്നെ ഓഫ് റോഡിന് പോലും ഈ പറഞ്ഞ ഫാമിലിക്കും പറ്റും. അതിനുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് താർ റോക്സ്. ഇതിനകത്ത് നിങ്ങൾക്കറിയാം, ഇതിന്റെ ഡിസൈനില് അതിന്റെ ഒരു റോഡ് പ്രസൻസ് താറിനെ വ്യത്യസ്തരാക്കുന്ന കുറേയേറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ SUVയുടെ കേപ്പബിലിറ്റി, അതിന്റെ ഒരു ഇപ്പൊ വന്ന ക്യാബിനുള്ള ചേഞ്ചസ്, പിന്നെ റോഡ് പ്രസൻസ്, അതിലൊരു അത്രയും ഇതിന്റെ നിങ്ങൾ നേരത്തെ ഉള്ള താറിനേക്കാളും റോഡ് പ്രസൻസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതിന്റെ വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് എല്ലാം ഡിഫറൻസ് ഉണ്ട്. എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. താറിന്റെ പഴയ താറിന്റെ ഒരു രൂപത്തിലുള്ള സാദൃശ്യമില്ലാതെ
വേറൊന്നും ഇതിനകത്തില്ല. കാരണം ഇതിന്റെ മോൾഡ്, ചാസി, എല്ലാ സാധനങ്ങളും ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ കാറ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് മഹീന്ദ്ര ഇപ്പോൾ സെയിൽ ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ചേസ്, ഇതിനകത്ത് 4G ചേസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 4G ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4G ചേസ് നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ടാവുന്ന വണ്ടി എന്ന് പറയുന്നത് പിന്നെ സ്കോർപിയോ ആണ്. ചേസ് നേരത്തെ ഉള്ള താറിനകത്ത് ചില കസ്റ്റമറെങ്കിലും എന്താ പറയുക നോട്ട് ചെയ്തിട്ടുള്ള പല ഡിസ്കംഫേർട്ടും നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ആവും. പവർ ഷെയറിംഗ് ആയി ഇവൻ ഒരു ലേഡീസിന് പോലും എന്താ പറയുക വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ വണ്ടിയുടെ സൈസും അതേപോലെ തന്നെ ഇതിന്റെ അപ്രോച്ച് ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള വാട്ടർ വെഡിങ് കപ്പാസിറ്റി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വാട്ടർ വെഡിങ് 650 mm ആണ് ഇതിനകത്ത് നമുക്ക് വെള്ളത്തിൽ ഓടിക്കാൻ പറ്റുന്നത് വെഹിക്കിൾ. ഇതൊക്കെ ഇത്രയേറെ ഫീച്ചേഴ്സ് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന വേറൊരു കമ്പാരിസൺ നമുക്ക് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ ടെറൈൻ മോഡ്സ് ആണ് അത് കാണിച്ചിരിക്കുന്നത്. സാൻഡ്, മഡ്, സ്നോ, ഇതൊക്കെ നമുക്ക് 2 വീൽ ഡ്രൈവിലും 4 വീലിലും 2 വീലിലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഓഫ് റോഡ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ. അതേപോലെ തന്നെ ഇന്റലിജന്റ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഇതിപ്പോ ഞാൻ സ്ലോ ആക്കാൻ പറഞ്ഞത്, ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇതിനകത്ത് ITA, അതേപോലെ തന്നെ ക്രോൾ സ്മാർട്ട്, ഇതൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ ഡിഫൻഡർ അല്ലെങ്കിൽ പിന്നെ റുബിക്കോൺ, ഇതിലൊക്കെ കേട്ട് പരിചയമുള്ള, ഇതിലൊക്കെ ഒരു അട്രാക്ഷൻ ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ് ആണ് നമ്മൾ താർ റോക്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്റലിജന്റ് ടേൺ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു കോമ്പസ് പോലെ ഒരു വീലിനെ നമുക്ക് സ്റ്റഡി ആക്കി നിർത്തിക്കിട്ട് ബാക്കിയിട്ട് എല്ലാ വീലും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ, മീൻസ് വളരെ ചെറിയ മിനിമൽ ആയിട്ടുള്ള ഒരു ടേണിംഗ് റേഡിയസിൽ നമുക്ക് വണ്ടീനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഓഫ് റോഡിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരമുള്ള, നിങ്ങൾ കണ്ടിരുന്ന ഓഫ് റോഡ് പോകുന്ന വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഓഫ് റോഡ് പോകുന്ന വണ്ടി ടേൺ എടുക്കുന്നത് പെട്ടെന്ന്. ഈ വണ്ടിക്ക് റിവേഴ്സ് എടുക്കണ്ട, അതാ ഒരു വീല് സ്റ്റഡി ആയി നിൽക്കും, ബാക്കിയുള്ള വീല് ടേൺ ആവും. അതുപോലെ ക്രോൾ സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ ക്രൂസ് കൺട്രോൾ പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് നമ്മൾ ഇപ്പൊ നിലവിലുള്ള നിങ്ങളുടെ കാറുകളിൽ ആ ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ഹൈവേ ക്രൂസ് ആണത്. അപ്പൊ നമുക്ക് താർ റോക്സിൽ വന്നിട്ട് അതിനകത്ത് ഒരു അടുത്ത ഫീച്ചറാണ് ഓഫ് റോഡ് ക്രൂസ്. ഓഫ് റോഡ് പോകുമ്പോഴും ഓഫ് റോഡ് പോകണമെങ്കിൽ എന്താ വേണ്ടത്, വളരെ സ്പീഡ് സ്ലോ ആയിരിക്കണം. എന്നാൽ വണ്ടിയുടെ വീലിനകത്തുള്ള ട്രാൻസ്മിഷൻ, ട്രാക്ഷൻ, ഇതെല്ലാം എന്താ പറയുക ഡിപ്പെൻസ് ആണ് നമുക്ക് റോഡിൽ ഈ പറഞ്ഞ ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഇതെല്ലാം വളരെ ഇന്റലിജന്റ് ആയിട്ട് വണ്ടി തന്നെ നമുക്ക് അതിന്റെ ആവശ്യമുള്ള രീതിയിൽ ട്രാക്ഷനും കാര്യങ്ങളും ചെയ്തു തരും. അതിനുള്ള ഫീച്ചറാണ് നമുക്ക് ക്രോൾ സ്മാർട്ട് അസിസ്റ്റൻസ് വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ എൻജിൻ, ഇതിനകത്ത് എൻജിൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഏറ്റവും മഹീന്ദ്രയുടെ ഇതിന്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഏതൊരു വണ്ടിയുടെയും അല്ലെങ്കിൽ മഹീന്ദ്ര ആയിക്കോട്ടെ ഏത് കമ്പനിയുടെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് അതിന്റെ ഹേർട്ടാണ്. ആ ഹേർട്ട് തന്നെയാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ എഞ്ചിൻ, നിലവിലുള്ള എഞ്ചിനെ ഒന്നുകൂടെ റിഫൈൻ ചെയ്തിട്ടുണ്ട്, പവർ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് TGDI 2 എഞ്ചിൻ വരുന്നുണ്ട്. അതും പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഡീസൽ എഞ്ചിനും ഉണ്ട്, പെട്രോൾ എഞ്ചിനും ഉണ്ട്. ഇതിനകത്ത് TGDI M സ്റ്റാലിൻ എഞ്ചിൻ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനും M ഹോക്ക് എഞ്ചിൻ എന്ന് പറയുന്നതാണ് ഇത് ഡീസൽ വരുന്നത്. അതിന് നിങ്ങൾക്ക് പെട്രോൾ എഞ്ചിനിൽ കാണാം 129 കിലോവാട്ട് ആണ്, അല്ലെങ്കിൽ നമ്മുടെ PS പവറിൽ പറയുകയാണെങ്കിൽ 177 ആണ് ഇതിന്റെ PHP എന്ന് പറയുന്ന പവർ വരുന്നത്. ഇതിനകത്ത് അതേപോലെ തന്നെ ഡീസലിലേക്ക് വരുമ്പോഴത്തേക്കും 175 വരും. അതേപോലെ തന്നെ ടോർക്ക്, മാച്ച് ചെയ്യുന്ന ടോർക്കാണ് 380 Nm ടോർക്ക്, 370 ഡീസലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതത് പെട്രോൾ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ ആക്യുറേറ്റഡ് ടർബോ ചാർജറാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം M ഹോക്ക് എഞ്ചിനെ പറ്റിയിട്ട് മഹീന്ദ്ര യൂസ് ചെയ്യുന്ന കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പുള്ളിംഗ് പവറും അതിന്റെ എന്താ പറയുക പെർഫോമൻസും അതിൽ തന്നെയുള്ളൂ. അതിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തുള്ള സേഫ്റ്റി നമുക്കറിയാം. സേഫ്റ്റി മഹീന്ദ്രയിൽ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ 3X പോലത്തെ ചെറിയ വണ്ടി മുതൽ എല്ലാ വെഹിക്കിളിലും സേഫ്റ്റിയിൽ ബെസ്റ്റ് എന്താ അതിനകത്തുള്ള ആ സെഗ്മെന്റ് ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് സേഫ്റ്റി എക്സ്പെർട്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞു, ഇപ്പൊ ചാസി പറഞ്ഞു 4G ചേസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചേസി. ഈ ചേസിയാണ് ഏറ്റവും സേഫ്റ്റി ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ARA ആയിക്കോട്ടെ, അതേപോലെ തന്നെ ക്രാഷ് ടെസ്റ്റിൽ ഏറ്റവും എന്താ പറയാ ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ചേസാണ് 4G ചേസ് വരുന്നത്. 4G ചേസ് ഓൾറെഡി സ്കോർപിയോയിലുണ്ട്, ഇപ്പൊ നിലവിൽ നമ്മുടെ താറിലും കൂടെ പോകും. അതേപോലെ തന്നെ ഷെല്ലിന്റെ രൂപകൽപ്പനയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള ഇമ്പാക്ട് ഫോഴ്സ്,
ഇമ്പാക്ട് ഫോഴ്സ് അബ്സോർവ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ചേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ക്രംബിൾ സോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കാരണം വണ്ടി നമ്മുടെ ക്യാബിനകത്തുള്ള ഡാമേജ് കുറച്ചുകൊണ്ട് അതിന്റെ ചേസ് നമ്മളെ ലൈഫിന് വേണ്ടിയിട്ട് നശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന സേഫ്റ്റി മെഷറിൽ വരുന്ന ഫീച്ചറാണ്. പിന്നെ 35+ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബേസ് ഓപ്ഷൻ മുതൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് ഫോർ ഓൾ സീറ്റ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഫോർ ഓൾ സീറ്റ്. പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ്, ചൈൽഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ISO ഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈൽഡ് സീറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ ഫ്രണ്ട് റോ സീറ്റിന് കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക സേഫ്റ്റി ആസ്പെക്ട്സും ഇതിനകത്ത് മീറ്റ് ചെയ്യുന്നതാണ്. അത് ഷെൽ ആയിക്കോട്ടെ, ചേസ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും എന്ന് പറയുന്നത് നമുക്ക് ഈ 35+ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിന്റെ ഇന്റീരിയർ ആണ് നമുക്ക് എന്താ പറയാ എടുത്തു പറയേണ്ടത്. അതിന്റെ ഒരു സ്പേസ് ആയിക്കോട്ടെ, അതിന്റെ കംഫർട്ട് ആയിക്കോട്ടെ, നമുക്ക് അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ റിലേറ്റീവോ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ നമ്മൾ ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ നിലവിലുള്ള താറോ ജീപ്പോ ആ കൺസെപ്റ്റേ മാറിപ്പോകും. കാരണം അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോ നോർമലി ഇതൊക്കെ ഡ്യുവൽ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് നമ്മുടെ ഡാഷ്ബോർഡ് ക്ലസ്റ്ററും കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണ് വരുന്നത്. നമ്മുടെ ലക്ഷറി വെഹിക്കിളിൽ വരുന്നപ്പോൾ തന്നെ ഉള്ള ഫീച്ചേഴ്സ് ആണ് തരുന്നത്. അതിനകത്ത് അഡ്നോക്സ്, അലക്സ, അതേപോലെ തന്നെ പിന്നെ ഇൻബിൽറ്റ് അലക്സ വരുന്നതാണ്. അഡ്നോക്സ് ഫീച്ചേഴ്സ് വരുന്ന അഡ്നോക്സ് ഫീച്ചർ നിങ്ങളുടെ മൊബൈലിൽ നമുക്കിപ്പോൾ വണ്ടിക്ക് നമ്മൾ ഡെമോ കാണിച്ചു തരാം. നിങ്ങൾക്ക് നമ്മുടെ വെഹിക്കിൾ അഡ്നോക്സിൽ നമുക്ക് എങ്ങനെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് നിങ്ങളെ വണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പുറത്തിരുന്നോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. AC ഓൺ ആക്കാം, വിൻഡോസ് വർക്ക് ചെയ്യാം. അങ്ങനെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ആണ് ഇതിനകത്ത്. അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് എല്ലാം വയർ ഫ്രീ ആയിട്ടുള്ളതും വയേർഡും അതിന്റെ ഓപ്ഷൻ അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. വയേർഡും വയർ ഫ്രീ ഒക്കെ വരും. അതിന്റെ വീൽ ബേസ് ആണ്. ഒട്ടുമിക്ക കസ്റ്റമറും ചോദിച്ചൊരു കാര്യമാണ്, ഇത് നിലവിലുള്ള താറിന്റെ വീൽ ബേസ് തന്നെയാണോ, അതിനകത്ത് ബാക്കിലേക്ക് ലെങ്ത് കൂട്ടിയതാണോ? ഒരിക്കലും അല്ല. നേരത്തെ പറഞ്ഞ പോലെ ചേസ് ഉൾപ്പെടെ മാറ്റിയതാണ്. അതിന്റെ മോൾഡായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് ആ പഴയ താറിന്റെ 5 ഡോർ വന്നതല്ല. ഇത് സെപ്പറേറ്റ് ഒരു സെഗ്മെന്റ് ആണ്, സെപ്പറേറ്റ് പുതിയൊരു മോഡലാണ്, പുതിയ പ്ലാറ്റ്ഫോമാണ്, പുതിയ ചേസ് ആണ്, പുതിയ ഷെല്ലാണ്. അപ്പൊ അതിന്റെ വീൽ ബേസിന് ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ വണ്ടിയുടെ ഇന്റീരിയറിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ റൂമിനെസ്സിൽ മാറ്റം വരും. ആ വീൽ ബേസ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നമുക്കിത് ഇവൻ ഫോർച്യൂണറിന്റെ സെക്കൻഡ് റോ സീറ്റ് വരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് കമ്പാരിസൺ എടുക്കാൻ പറ്റുന്നത്. അതിനേക്കാൾ റൂമിനെസ് ഉള്ള പിന്നെ സ്പേസ് ആണ് അതിനകത്ത് വരുന്നത്. ലെഗ് റൂം വരുന്നത് ഇത് നിങ്ങൾക്ക് ഈ MM പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. നിങ്ങൾ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ലെഗ് റൂം വരുന്നതാണ് 1055. അതുപോലെ തന്നെ ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ റൂമിനെസ്, നിങ്ങൾ വണ്ടി താർ റോക്സ് ഇതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണാം. നോർമൽ താറിന്റെ ഹൈറ്റ് അല്ല, കുറച്ചും കൂടെ ഹൈ റൂഫ് ആയിട്ടുള്ള, പിന്നെ അതുകൊണ്ടാണ് ആ ഒരു ഹെഡ് റൂം നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഷോൾഡർ റൂം ആയിക്കോട്ടെ, ഹിപ്പ് റൂം ആയിക്കോട്ടെ, എല്ലാം എന്താ പറയാ വണ്ടിയുടെ സൈസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നമുക്ക് വണ്ടി അൺവെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഞാൻ നീട്ടുന്നില്ല. ഡിക്കി സ്പേസ് 644 ലിറ്റർ ആണ് നമുക്ക് ഇതിനകത്ത്. ഈ പറഞ്ഞ ഗ്ലാസും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടുന്ന ഡിക്കി സ്പേസ് എന്ന് പറയുന്നത്. പലപ്പോഴും താറുള്ള കസ്റ്റമർക്കുള്ള ഒരു പ്രശ്നമായിരുന്നു, എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവരുടെയും കൂടെ ലഗേജ് കയറാനുള്ള സ്ഥലമില്ല. ഇപ്പൊ അത് ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫാമിലിക്ക് മാക്സിമം ലഗേജ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിന്റെ സൺറൂഫ് നമ്മൾ അതിനെ വിളിച്ച് ചെറുതാക്കരുത്. അത് സ്കൈ റൂഫ് തന്നെയാണ്. ആ സ്കൈ റൂഫ് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന ഏറ്റവും വലിയ സൺറൂഫാണ്. ഇതിന്റെ ഓപ്പണിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് ഓപ്പൺ ടു സ്കൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആ ഓപ്പണിംഗ് 731 mm നമുക്ക് അതിനകത്ത് ഓപ്പൺ സ്പേസ് ലെങ്ത്, ട്രാവൽ ലെങ്ത് ആണ് പറയുന്നത്. അതുപോലെ അതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 1450, 1.5 മീറ്ററുള്ള സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ബാക്ക് സീറ്റിൽ നിന്ന് തന്നെ കയറി നിൽക്കാൻ പറ്റും. അത്രയും എന്താ പറയുക ബാക്ക്, അല്ലാതെ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് ഡ്രൈവറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഡ്രൈവറെ ഫ്രണ്ടിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല. ബാക്കിൽ നിന്ന് തന്നെ അവർക്ക് നിൽക്കാം, നിന്നാൽ തന്നെ മേലേക്ക് എത്തും. അതേപോലെ തന്നെ അഡാസ്
ഇന്ന് നമ്മൾ ഏത് വെഹിക്കിളിന്റെ പരസ്യം കണ്ടാലും ഇത് എന്താ പറയുക, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം ഒരു പരിധി വരെ. എന്നാലും അഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാസിന്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ റോഡിൽ ഇന്ന് നമുക്കും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റോഡ് സൗകര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ തലശ്ശേരി ടു വടകര ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ അഡാസിന്റെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന റോഡെങ്കിലും ഉണ്ട്. അപ്പോൾ അഡാസിനകത്ത് നമുക്ക് വരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. ഇതിനകത്ത് ലെവൽ 2 അഡാസ് ആണ്. ലെവൽ 2 അഡാസിൽ നമുക്ക് ഓട്ടോ പൈലറ്റ് മോഡ്, അതേപോലെ തന്നെ ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, സ്മാർട്ട് പൈലറ്റ് അസിസ്റ്റ്. മീൻസ് വെഹിക്കിൾ ഇല്ലാതെ നമുക്ക് ക്രൂസ് യൂസ് ചെയ്തുകൊണ്ട് ക്രൂസിന്റെ അസിസ്റ്റൻസോട് കൂടിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഡ്രൈവർലെസ് ആയിട്ട്. അതും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഫീച്ചറാണ്. പിന്നെ ലൈൻ ഡിപ്പാർച്ചർ, ലൈൻ അസിസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് ട്രാഫിക് സൈൻ റെക്കഗ്നിഷൻ. ട്രാഫിക് സൈൻ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റേഴ്സ് ഉണ്ടാവും. ആ സ്പീഡ് ലിമിറ്റർ നമുക്ക് വാർണിംഗ് തരുന്ന രീതിയിൽ അഡാസ് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഹൈ ബീം, ഇപ്പോൾ ഹൈ ബീം അസിസ്റ്റ് നമുക്ക് നൈറ്റ് ഡ്രൈവിലേക്ക് ആണെങ്കിൽ ഈ ഹൈ ബീം അസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വെഹിക്കിളിന്റെ ഹൈ ബീമിന് നമുക്ക് ഈ പറഞ്ഞ അലാം തരിക നമുക്ക് ഓട്ടോ ആയിട്ട് നമ്മുടെ വെഹിക്കിള് ഈ പറഞ്ഞ ഡിം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഇന്റലി അസിസ്റ്റ് ആണ് നമുക്ക് ഈ അഡാസ് ഫീച്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓരോ ഓഫ് റോഡ് ഒരു റെഗഡ് ആയിട്ടുള്ള വെഹിക്കിളിനുള്ള ഫീച്ചർ അല്ല ഇപ്പൊ ഈ വണ്ടി വന്നിരിക്കുന്നത്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ഫീച്ചേഴ്സ്. അതിനകത്ത് പവർ സീറ്റ് ആണ് ഡ്രൈവർ സീറ്റ് വന്നിരിക്കുന്നത്. 6-way അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതിന്റെ പിന്നെ ഇപ്പോൾ ഉള്ള നേരത്തെ ഉള്ള താറിന്റെ സീറ്റിങ്ങും ഇതിന്റെ താറിന്റെ സീറ്റിങ്ങുമായിട്ട് അതിന്റെ ആംഗിൾ ആയിക്കോട്ടെ പോർഷൻ ആയിക്കോട്ടെ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റ് ഓൾറെഡി വെന്റിലേറ്റഡ് സീറ്റ് ആണ്. നേരത്തെ ആരോ പറഞ്ഞു കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇങ്ങനെയുള്ള അറിയാത്ത ചില എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ്. പനോറമിക് സൺറൂഫ്, അതേപോലെ തന്നെ നമുക്ക് പിന്നെ സോഫ്റ്റ് ടച്ച് പിന്നെ ഡാഷ്ബോർഡ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ സ്പീക്കേഴ്സ്, നമുക്ക് സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നതിനകത്ത് ആർമൻ കാർഡിന്റെ സ്പീക്കേഴ്സ് ആണ് ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാം, ആ ആർമൻ സ്പീക്കേഴ്സ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, US ആണ്. അതിനകത്ത് ആർമൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാറ്റ വെഹിക്കിളിലൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. ആർമൻ കാർഡനായി കഴിഞ്ഞാൽ മാത്രമേ അത് പ്രീമിയം ഫീച്ചേഴ്സ് ഇതിലേക്ക് വരുന്നുള്ളൂ. ആർമന്റെ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ഈ രണ്ടും കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള വരുന്നുണ്ട് ഈ പറഞ്ഞ ആർമൻ കാർഡൻ സ്പീക്കേഴ്സ്. അതേപോലെ തന്നെ അഡ്നോക്സ് ഓൾറെഡി വരുന്നുണ്ട്. അഡ്നോക്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഈ മൊബൈലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഡ്നോക്സിൽ നിങ്ങൾക്ക് വണ്ടിയുടെ 80+ കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ക്യാമറ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിറേഴ്സ്, ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ഓൾറെഡി പറഞ്ഞു. ഇത് അതിനകത്തുള്ള വേരിയന്റ് തമ്മിൽ ഇത് താർ റോക്സിന്റെ MX1 ബേസ് ബട്ട് നോട്ട് ബേസിക്സ് ആണ്. എന്നാൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് അല്ല ഈ ഒരു ബേസിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് MX1 എന്നുള്ള വെഹിക്കിളിൽ തന്നെ ഇത് ഒത്തിരി ആൾക്കാർക്ക് ആവശ്യമുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വേരിയന്റ് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ വേരിയന്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോ എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുള്ളത്. ഹെഡ് ലാമ്പ് വരുന്നുണ്ട് MX1-ൽ, LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. R18 സ്റ്റീൽ വീലാണ്, അലോയ് വീലല്ല. പിന്നെ പ്ലാറ്റ്ഫോമിലോ അതിന്റെ ബാക്കി ചേസിലോ അല്ലെങ്കിൽ വണ്ടിക്കകത്തുള്ള പിന്നെ സ്പെക്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സെയിം പവർ തന്നെയാണ് വരുന്നത്. അപ്പോൾസറി ലെതർ ആയിരിക്കില്ല, പിന്നെ ഇതായിരിക്കും പ്രീമിയം ഫാബ്രിക് അപ്പോൾസറി വരിക. ടച്ച് സ്ക്രീൻ ഓൾറെഡി അതിനകത്ത് വരുന്നുണ്ട്. ബേസിനും ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ നമ്മൾ സാധാരണ ഏറ്റവും ടോപ്പണിൽ വരുന്ന ഫീച്ചർ ആയിട്ട് പറയുന്ന പുഷ് ബട്ടണൊക്കെ ബേസ് ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ റിയർ സീറ്റ് ആണെങ്കിൽ 60/40 സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിയർ AC വെന്റ്, USB C പോർട്ട് ആയിട്ടുള്ള USB പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബേസ് ഓപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷനാണ് MX3 എന്നുള്ളത്. MX3യിലേക്ക് ആഡ് ചെയ്ത് വരുന്ന ഫീച്ചേഴ്സ് ആണ് അതിനകത്ത്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതിനകത്ത്. ഓൾ 4 ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അതിനകത്ത്. നോർമലി വരുന്ന വണ്ടികളിലെല്ലാം നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് റിയറിൽ പോകുമ്പോഴത്തേക്കും അത് ഡ്രം ബ്രേക്ക് ആയിട്ട് മാറും. ഇത് 4 വീൽ ഡിസ്ക് തന്നെയാണ് വരുന്നത്. ഹീൽ ഹോൾഡ് കൺട്രോൾ വരുന്നുണ്ട്. ഹീൽ ഹോൾഡ് അതേപോലെ തന്നെ ഡിസെൻഡ് ആൻഡ് അസെൻഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ HD ഇൻഫോർടൈൻമെന്റ് ഇതിനകത്ത് MX3 ആകുമ്പോഴത്തേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഓട്ടോ IRBM വരുന്നുണ്ട് അതിനകത്ത്.
മീൻസ് IRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഡിമ്മിങ് ആണ് പറയുന്നത്. സെൻട്രൽ മിററിലുള്ള ഓട്ടോ ഡിമ്മിങ്, നമ്മൾ ആ ഡാസിലിംഗ് എഫക്റ്റ് മാറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജർ MX3 മുതൽ വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് പവർ വിൻഡോ വന്നിട്ടുണ്ട് MX3. അതുപോലെ തന്നെ പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡോർലി പ്രൈസിങ് ആണ്. ഇത് AX3 ലക്ഷറി എന്നുള്ള വേർഷനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിനകത്തുള്ള പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത് 16.99 നമുക്ക് AX3 ലക്ഷറി കിട്ടുന്നുണ്ട്. അതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വരുന്നതാണ് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ടെയിൽ ലാംപ്സ്, R18 സ്റ്റീൽ വീല് വരുന്നുണ്ട്. റിയർ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ നമുക്ക് ലെവൽ 2 അഡാസ്, ഈ AX3 ലക്ഷറി മുതൽ നമുക്ക് ലെവൽ 2 അഡാസ് ആഡ് ചെയ്ത് വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഓട്ടോ ലെവൽ 2 അഡാസിലുള്ള ഫീച്ചേഴ്സ് മീൻസ് അതിനകത്ത് 10 ഫീച്ചേഴ്സ് നമുക്ക് ഈ പറയുന്ന AX3 ലക്ഷറിയിൽ വരും. ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് വരുന്നതാണ്. ഓൾ 4 വീൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അഡ്നോക്സ് കണക്ട് അതിനകത്ത് വരുന്നുണ്ട്. ലക്ഷറി ആകുമ്പോഴത്തേക്കും വയർലെസ് വരുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നുണ്ട്. HD ഇൻഫോർടൈൻമെന്റ്, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ ഡിമ്മിങ്, IRVM ഇതെല്ലാം നമുക്ക് AX3 ലക്ഷറിയിൽ വരുന്നത്. ഇത് MX5 ആണ്. MX5 എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. 16.99 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് DMT RWD എന്ന് പറയുന്നത് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ റിയർ വീൽ ഡ്രൈവ് ആണ് DMT RWD എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫ് അതിനകത്ത് വരുന്നത്. സിംഗിൾ പെയിൻ എന്ന് പറഞ്ഞാൽ നോർമൽ റെഗുലർ സൺറൂഫ് വരുന്നുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ R18 ഡയമണ്ട് കട്ട് അലോയ് വീൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അതേപോലെ C ഷേപ്ഡ് LED DRI അതിനകത്ത് വരുന്നുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ LED ഫ്രണ്ട് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്നത് കംപ്ലീറ്റ് ലെതർ സീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വേരിയന്റിൽ. പിന്നെ ടയർ പ്രഷർ TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ 4x4, പിന്നെ ഓട്ടോ ഹെഡ് ലാമ്പ്, ഫോക്കസ്, പിന്നെ അതിനകത്ത് വരുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആഡ് ചെയ്ത് വരുന്നുണ്ട് ഈ MX5 എന്നുള്ള വേരിയന്റിൽ. ക്രൂയിസ് കൺട്രോൾ ഓൾമോസ്റ്റ് ഓൾ വേരിയൻസിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് AX5 ലക്ഷറി. ഇതിനകത്ത് ഫുള്ളി ലോഡഡ് എന്ന് പറയുന്ന ഇതിന്റെ ഓപ്ഷനാണ് AX5 ലക്ഷറി. ഇതിന് മേലുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ AX5 ലക്ഷറി തന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒട്ടുമിക്ക വണ്ടിയിലും വരുന്ന ഫീച്ചേഴ്സ് മാക്സിമൈസ് ചെയ്തിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ഇതിനകത്ത് സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് വരുന്നത്. R18 ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലെതർ സീറ്റിംഗ് വരുന്നുണ്ട്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് വരുന്നുണ്ട്. പിന്നെ ലെവൽ 2 അഡാസ് വരും. 10+ ഫീച്ചേഴ്സുകളുണ്ട്. അതിനകത്ത് നമുക്ക് ഇലക്ട്രിക് പവർ ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. നമുക്ക് വലിയൊരു ഹാൻഡ് ബ്രേക്കിന്റെ പഴയ ട്രഡീഷണൽ രൂപമല്ല. പിന്നെ ഇലക്ട്രിക് പവർ ബ്രേക്ക് വിത്ത് ഓട്ടോ. ഇതിനകത്ത് വരുന്നത് 4x4. അതേപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ, DTS സൗണ്ട് സ്റ്റേജിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ബിൽറ്റ് ഇൻ അലക്സ, അതേപോലെ തന്നെ ഡിജിറ്റൽ ക്ലസ്റ്റർ, അഡ്നോക്സ് കൺട്രോൾ ഇതെല്ലാം നമുക്ക് AX5 ലക്ഷറിയിൽ വരുന്ന ഓപ്ഷനാണ്. എല്ലാവരും കാത്തിരുന്ന ആ ഒരു മൊമെന്റ് അവിടെ എത്തിയിരിക്കുകയാണ്.
ചെയ്യാനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്കിപ്പോൾ തന്നെ കുക്കിങ്ങും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാവരും അത് നോക്കിയിട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലുള്ള പലരും അൺഒഫീഷ്യലി പല വേരിയന്റിനും എന്താ പറയുക ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പ്രയോറിറ്റി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇതിനകത്തുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളുടെ റെസിപ്റ്റ് ഡേറ്റ് പോലെ തന്നെ പ്രയോറിറ്റി നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പോർട്ടലിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ഡേയിൽ ഓരോ ഓരോ ഇന്നത്തെ ഡേയിൽ നമ്മൾ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ബുക്കിംഗ് ആയിട്ട് തന്നെ നിങ്ങൾ എൻഷുർ ചെയ്യും. ബുക്കിംഗ് മീൻസ് നിങ്ങൾ കാശ് കൊടുത്തില്ലെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് കൊടുക്കുന്നത് Thank you.